അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്, നീഗർ എന്ന് പേരുള്ള ഷിമയോൻ, ലൂക്കിയാസ് എന്ന് പേരുള്ളവൻ, മനായേൻ എന്ന് പറയുന്ന ഹെരോദ് അന്തിപ്പാസിൻ്റെ കൂടെ വളർന്നവൻ, ഷൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. ഈ 5 പേരായിരുന്നു അന്ത്യോക്യയിലെ സഭയിലുണ്ടായിരുന്നത്. ഈ അന്ത്യോക്യയിലെ സഭയിൽ 5 ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ഈ 5 ലീഡേഴ്സും ആരായിരുന്നു എന്നറിയാമോ? ഈ 5 ലീഡേഴ്സും ഇലക്ഷന് നിന്നവരല്ല, സെലക്ഷനിൽ കയറി വന്നവരല്ല. പകരം അവിടെ പറയുകയാണ്, എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. They were the leaders of the church. ദൈവസഭയുടെ അധ്യക്ഷന്മാരായി കയറി വന്നത് ആരാണെന്നറിയാമോ? ബർണബാസ്, നീഗർ എന്ന് പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൻ, ഷൗൽ എന്നീ പ്രവാചകന്മാർ. 5 പേരെ പറയുകയാണ്. ഈ 5 പേരുടെ ചരിത്രത്തിലേക്ക് നാം കടന്നു വന്നാൽ ഒന്നാമതായി പറയുകയാണ്, അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്. ആരാണ് ബർണബാസ്? സൈപ്രസുകാരനായ ഒരു ലേവ്യനായിരുന്നു. ആര്? സ്തോത്രം, ബർണബാസ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ആരാണ്? ലേവ്യനാണ്. ലേവ്യൻ, സൈപ്രസിലെ ഒരു ലേവ്യൻ. ലേവ്യൻ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ ശീലിച്ച്, പഴയ നിയമ പൗരോഹിത്യത്തെ ശീലിച്ച്, മനുഷ്യരാൽ അശുദ്ധനാകാതെ ഏറ്റവും ഉന്നത കുലമാണ്, ദൈവത്തിൻ്റെ അടുത്തയാളാണെന്ന് പറഞ്ഞു നിൽക്കുന്ന പൗരോഹിത്യ കുടുംബത്തിൽപ്പെട്ടതായ ബർണബാസ് ആയിരുന്നു. ഏത്? സ്തോത്രം, ഒന്നാമത് അവിടുത്തെ ആള്. രണ്ടാമത് എഴുതിയിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? നീഗർ എന്ന് പേരുള്ള ശിമോൻ. നീഗർ എന്നുള്ള പേരിൻ്റെ അർത്ഥം കാപ്പിരി, കറമ്പൻ എന്നാണ് നീഗർ എന്ന പേരിൻ്റെ അർത്ഥം. സ്തോത്രം. അപ്പം നീഗർ എന്ന് പേരുള്ള ഷിമോൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ബ്ലാക്ക് ആഫ്രിക്കനായിരുന്നു ആ മനുഷ്യൻ. സ്തോത്രം, ബ്ലാക്ക് ആഫ്രിക്കൻ. മൂന്നാമതായി പറയുകയാണ് കുറേനക്കാരനായ ലൂക്കോസ്. കുറേനക്കാരൻ എന്ന് പറഞ്ഞാൽ അത് നോർത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്, സിറൈൻ, കുറേന എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ ഒരു മനുഷ്യനായിരുന്നു. ആര്? ഷിമോൻ. എന്ന് പറഞ്ഞാൽ കറമ്പന്മാരായിരിക്കുന്ന ലൂക്കിയോസും ഷിമോനുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ലേവ്യൻ ഇപ്പോൾ ആരുടെ കൂടി ഇരിക്കുകയാണെന്നറിയാമോ? ആഫ്രിക്കക്കാരൻ്റെ കൂടി ഇരിക്കുക. ലേവ്യനും ആഫ്രിക്കക്കാരനും കൂടി ഒരുമിച്ചിരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സഭയ്ക്കകത്ത് കൃപാവരം കത്താൻ തുടങ്ങുന്നത്. ലേവ്യനും കറമ്പനും കൂടെ ആഫ്രിക്കക്കാരനും കൂടെ ഒരുമിച്ചിരിക്കുക. അമേൻ. ഒരുത്തൻ പുരോഹിത കുടുംബത്തിൽ നിന്നുള്ളവൻ, 2 പേര് ആഫ്രിക്കയിൽ നിന്നുള്ളവൻ. നാലാമത് പറയുന്ന പേരാരാണെന്നറിയാമോ? എടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ. സ്തോത്രം. അപ്പം ഈ പുള്ളി ഏത് സ്കൂളിലാണ് പഠിച്ചതെന്നറിയാമോ? അമേൻ. ഹെരോദ് പഠിക്കുന്ന സ്കൂളിൽ, ഹെരോദിനോടുകൂടെ ഊട്ടിയിലെ സ്കൂളിൽ പോയി പഠിച്ച മിടുക്കനായ റോയൽ സ്കൂളിൽ പഠിച്ച മനായേൻ എന്ന് പറഞ്ഞാൽ റോയൽ ഫാമിലിയിൽപ്പെട്ടത്. കണ്ടോ? പുരോഹിത കുടുംബം, റോയൽ കുടുംബം, അതിൻ്റെ കൂടെ 2 പേരെ കൊണ്ടിരുത്തിയിരിക്കുന്ന ആര്? ആഫ്രിക്കക്കാര്. സ്തോത്രം. ഇനി 5-മതൊരാള് നമ്മുടെ പൗലോസ്, ശൗല്. ഇദ്ദേഹം ആരാണെന്നറിയാമോ? ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച് പരീശ മതത്തിൽ ജനിച്ചു വളർന്ന, റോമാ പൗരത്വം ജന്മനാ സമ്പാദിച്ച് ഗമാലിയേലിൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന് അഭ്യാസം തികഞ്ഞ ശ്രേഷ്ഠനായിരിക്കുന്ന മനുഷ്യൻ. കണ്ടോ? ഈ 5 പേരെ 3 ഡൈവേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള 4 ഡൈവേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള 5 പേരെ ഒരുമിപ്പിച്ചിരുത്തിയിട്ട് അവരുടെ മുകളിൽ ദൈവം എന്തോ ഇട്ടോ? അഭിഷേകത്തെ ഇട്ടോ, കൃപയെ ഇട്ടോ, കൃപാവരത്തെ ഇട്ടോ. അപാചരം പ്രവർത്താനിയ അതരതനം ജാനിയ. എൻ്റെ സഹോദരങ്ങളെ, ബർണബാസ് മാത്രമായിരുന്നു ആ സഭയിലുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ. കണ്ടോ? ലേവ്യരുടെ മേളിലാണ് അഭിഷേകം വരുന്നതെന്ന്. ശൗല് മാത്രമായിരുന്നു ഉണ്ടായിരുന്നേ പറഞ്ഞേനെ. കണ്ടോ? ന്യായപ്രമാണം പഠിച്ചവരുടെ മേലാണ് അഭിഷേകം വരുന്നതെന്ന്. ഇനി നീഗറും ലൂക്കിയോസും മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ എന്ത് പറഞ്ഞേനെന്നറിയാമോ? ഇത് ആഫ്രിക്കക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞേനെ. പക്ഷേ ഇനി മനായേൻ്റെ മേളിലായിരുന്നെങ്കിൽ പറഞ്ഞേനെ. എന്തോ പറഞ്ഞേനെ? അതല്ലേ രാജകുടുംബത്തിനൊക്കെ ഉള്ളതാണെന്ന്. നോ, ആഫ്രിക്കയിലെ ഷിമോനും ലൂക്കിയോസിനോ സ്തോത്രം തീർന്നില്ല. രാജാവിനോടുകൂടെ വളർന്ന, ഹെരോദാവിനോടുകൂടെ വളർന്ന മനായേനോ സ്തോത്ര, സൈപ്രസുകാരനായ ലേവ്യനെ കൂടെ ഒരുമിപ്പിച്ചിരുത്തി ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന, സെമിനാരിയിൽ നിന്ന് ഇറങ്ങി വന്ന ശൗലിനെ കൂടെ പിടിച്ചിരുത്തി ഒരുമിപ്പിച്ച് ദൈവം ഒരു സാധനം അങ്ങോട്ട് കൊടുത്തോ? അഭിഷേകത്തിൻ്റെ പ്രവാചക ദൗത്യ. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ മുകളിൽ ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടായാൽ നിന്റെ ക്രീഡ് ഏതാണ്, നിന്റെ കാസ്റ്റ് ഏതാണ്, നിന്റെ കമ്മ്യൂണിറ്റി ഏതാണ്, നിന്റെ കൺട്രി ഏതാണ്, ഇത് ദൈവത്തിന് വിഷയമല്ലെന്ന് ദൈവം അതിനകത്ത് അങ്ങോട്ട് അഭിഷേകമിടും.
ലഗജനം തരാതി. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. സ്തോത്ര. ഈ നീഗർ എന്ന് പേരുള്ള ശിമോൻ എന്ന് പറയുന്നത് ഒരു കൂട്ടർ പറയുന്നുണ്ട് കുറേനക്കാരനായ ശിമോൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കർത്താവ് തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ അവരാരായിരുന്നെന്നറിയാമോ? യഹൂദന്മാരായിരുന്നു. പക്ഷേ യേശു കുരിശുമേന്തി ഗബത്തയിൽ നിന്ന് ഗോൽഗോത്തയിലേക്ക് പോകുമ്പോൾ കുരിശിൻ്റെ ഒരറ്റം യഹൂദനായിരിക്കുന്ന ക്രിസ്തു ചുമക്കുന്നു, മറ്റേ അറ്റം ആരാ ചുമക്കുന്നതെന്നറിയാമോ? ആഫ്രിക്കക്കാരനായ ശിമോൻ. ആഫ്രിക്കക്കാരനായ ശിമോൻ. അത് ഏതെങ്കിലും യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുത്തനായിരുന്നു ചുമന്നതെങ്കിൽ യഹൂദന്മാർ പറഞ്ഞേനെ കുരിശിൻ്റെ മുകളും താഴും ഞങ്ങളുടേതാ, ഞങ്ങൾ ആർക്കും കൊടുക്കത്തില്ലെന്ന്. പക്ഷെ ഗോൽഗോത്തയുടെ ഗിരിമുകളിലേക്ക് കയറിപ്പോയപ്പോൾ അജനമാരകംജാനിയ യഹൂദൻ തല ചുമക്കുമ്പോൾ ആഫ്രിക്കക്കാരനെ അതിനോട് ചേർത്ത് നിർത്തി. അപ്പോൾ കർത്താവ് ഒരു സന്ദേശം പറയുകയാണ്. തൊട്ടുകൂടായ്മയുള്ള തീണ്ടലുള്ളതായ ആഫ്രിക്കനെയും യഹൂദനെയും തമ്മിൽ ഒന്നിപ്പിച്ചതാണ് ഹോളി സ്പിരിറ്റ് ക്രൂശ്. ഇന്ന് പകൽ കണ്ടോ ക്രൂശിന്റെ സന്ദേശം കണ്ടോ? യഹൂദനെയും ആഫ്രിക്കക്കാരനെയും കൂടെ രണ്ടറ്റം പിടിപ്പിക്കുന്നതാണ് ക്രൂശ്. ഇന്ന് പകൽ ആ ക്രൂശിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ജാതിവെറിയും വർണ്ണവെറിയോ സ്തോത്ര ഐത്തവും ദുരാചാരങ്ങളും നിറഞ്ഞു നിന്ന ഈ മണ്ണിൽ ഇന്ന് സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയോ സോഷ്യലിസത്തിൻ്റെയും വിപ്ലവം തീർത്തത് ദൈവത്തിൻ്റെ വചനമാണ്, യേശുവാണ്, സുവിശേഷമാണ്, കാൽവറിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഉണ്ടോ? അന്ത്യോക്യയിൽ നിന്ന് ആരെഴുന്നേറ്റോ? പ്രവാചകന്മാർ എഴുന്നേറ്റു. എന്താ കാരണം? അന്ത്യോക്യയിൽ സഭയിൽ ദൈവ സന്ദർശനം ഉണ്ടായിരുന്നു. അന്ത്യോക്യയിലെ സഭയിൽ ദൈവ സന്ദർശനം. If the visitation of God is there is in a church, whatever may be the creed, caste, എന്തുമായിരിക്കട്ടെ നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ നിന്നെ ഒരു പ്രവാചകനാക്കി ഹോളി സ്പിരിറ്റ്. ഇനി ഞാൻ ഒരു കാര്യവും കൂടെ പറയാതെ പോയാൽ ശരിയാകത്തില്ല. മനായേൻ ഹെരോദോമിനോട് കൂടെ വളർന്നു. ആരാണ്? ഏത് ഹെരോദാവാണെന്ന് അറിയാമോ? ഹെരോദ് ആന്റിപ്പസ്. ഹെരോദ് അന്തിപ്പാസിന്റെ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകന്റെ കഴുത്തറത്ത അലാജനം വടച്ചാരി ഘടകർത്ഥനാദിയ ഹെരോദാവിന്റെ കൂടെ വളർന്ന മനായൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, യേശുവിന് മുമ്പേ വന്ന പ്രവാചകനെ കൊന്നൊടുക്കിയ ഹെരോദാവിന്റെ അതേ ബെഞ്ചിലിരുന്ന് പഠിച്ച മനായനെ ദൈവം എഴുന്നേൽപ്പിച്ച യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷിയാക്കിയെങ്കിൽ ഓ പോടാ സാത്താനെ, നിനക്ക് ഞങ്ങളോട് എന്തോ ചെയ്യാൻ കഴിയും? ഓ ഞാൻ ഒന്നും കൂടെ പറയാ. ആമേ റോയൽ സ്കൂളിലെ ഒരൊറ്റ ബെഞ്ചിലാണ് ആമേൻ ഹെരോദ് ആന്റിപ്പസും മനായേനും ഇരുന്ന് പഠിച്ചത്. ഹെരോദ് ആന്റിപ്പസിനെ കൈകളിലെടുത്ത് പിശാച് താണ്ഡവമാടി യോഹന്നാൻ സ്നാപകന്റെ തലയറുത്തെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് അതിന്റെ ആ ബെഞ്ചിൽ ഇങ്ങേപ്പുറത്തിരുന്ന മനായനെ പൊക്കിയെടുത്ത് ദൈവസഭയുടെ പ്രവാചകനാക്കിയെങ്കിൽ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിൽ 1000 പിഴച്ചവര് കാണട്ടെ, പക്ഷേ നിന്നെ പൊക്കിയെടുപ്പാൻ visitation of God, 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 Holy Spirit. കത്തോലിക്കരുടെ സ്കൂളിൽ പഠിച്ച മ്യൂസീഷ്യനാകാം, ജിമ്മി ജോർജിൻ്റെ സ്കൂളിൽ പഠിച്ചാൽ ഓട്ടക്കാരനാകാം, പക്ഷെ നീ ഏത് സ്കൂളിൽ പഠിച്ചാലും ദൈവത്തിൻ്റെ പ്രവാചകനാകാൻ അതിന് നീ കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചാലും അമൃതയുടെ സ്കൂളിൽ പഠിച്ചാൽ നീ ഏത് കാട്ടുകള്ളന്മാരുടെ ഇടയ്ക്ക് വളർന്നവനുമാകട്ടെ, ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ മേളിൽ വീണാൽ മക്കളെ, നിങ്ങളെയൊക്കെ മാതാപിതാക്കൾ അവരാവോളം നല്ല സ്കൂളിലൊക്കെ വിട്ട് പഠിക്കും. പക്ഷെ ഞാനൊരു യാഥാർത്ഥ്യം പറയാം, സ്കൂൾ cannot design your destination. അഭിഷേകമായിരിക്കും. ജീസസ് സ്തോത്രം. ദൈവം സന്ദർശിക്കും. ദൈവം സന്ദർശിച്ചാൽ പ്രവാചകന്മാർ എഴുന്നേൽക്കും. 8-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്,
ദൈവമേ, നീ മനുഷ്യനെ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ഇന്ന് പകൽ we are not worthy to be visited. We are not worthy to be visited by God. പക്ഷേ അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എൻ്റെ സഹോദരങ്ങളെ, 8:4, 5 2 കാര്യങ്ങളാണ് പറയുന്നത്. 4-ാം വാക്യത്തിൽ ചോദിക്കുകയാണ്, ദൈവമേ, നീ മനുഷ്യനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. എന്നിട്ട് 5-ാം വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യനെ സന്ദർശിക്കേണ്ടതിന് ദൈവം തൻ്റെ സർവ്വസമ്പൂർണതയും ജഡരൂപത്തിൽ യേശുവിലാക്കി. ആ യേശുവിനെ എന്തു ചെയ്തു? ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എവിടെ വരെ താഴ്ത്തി? എവിടെ വരെ താഴ്ത്തി? ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. അതാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. സങ്കീർത്തനം 8:4-5 പ്രവചനാത്മകമായിരുന്നു. നീ അല്പം മാത്രം താഴ്ത്തിയെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അല്പം മാത്രമല്ല താണത്, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 6 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി ഇതിനുമായി കോർത്തിണക്കി വായിച്ചു നോക്ക്. സഹോദരങ്ങളെ, എഫെസ്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എഫെസ്യർ 4:8 പറയുകയാണ്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അടുത്ത വാക്യം ഒരു വല്ലാത്ത ചോദ്യമാണ്. അവൻ കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നും വരുന്നില്ലയോ? നമ്മളെപ്പോഴും കയറി 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 എന്നുള്ളത് മാത്രം പറയുമ്പോൾ നമ്മൾ ഓർക്കാതെ പോകുന്നൊരു സത്യമുണ്ട്. അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളോളം എന്തു ചെയ്തു? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളോളം അവൻ ഇറങ്ങി എന്നും പറയുന്നു. എന്നിട്ടതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുകയാണ്, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ സന്ദർശിക്കുക മാത്രമല്ല, അവൻ നമ്മളെ സന്ദർശിക്കുക മാത്രമല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയാമായിരുന്നു കേട്ടോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, പല കാര്യങ്ങളും ദൈവം പറയാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇല്ലെങ്കിൽ പറഞ്ഞേനെ. ഉണ്ട്, അതുകൊണ്ടാണ് കർത്താവ് മിണ്ടായിരിക്കുന്നത്. കർത്താവേ, ഈ വർഷം എൻ്റെ കയ്യിൽ ഒന്നുമില്ല കർത്താവേ, തമ്മരെ ഒന്നും മിണ്ടുന്നില്ല. ഇല്ലെങ്കിൽ കർത്താവ് പറഞ്ഞേനെ. ദൈവത്തിൻ്റെ സൈലൻസ് നിന്നോട് പറയുകയാണ്, ഇറ്റ്സ് വിത്ത് മീ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞേനെ, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദ വിസിറ്റേഷൻ ഓഫ് ഗോഡ് ലിഫ്റ്റ്സ് us to his habitation.